सहनाववतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। ओम सत्वं प्रियान् प्रियरूपांश्च कामान् अभिध्यायन् नचिकेतोऽत्यस्राक्षीः नैतां शृङ्गां वित्तमयीमवाप्तो यस्यां मज्जन्ति बहवो मनुष्याः। सत्वं प्रियान् प्रियरूपांश्च कामान् अभिध्यायन् नचिकेतोऽत्यस्राक्षीः नैतां शृङ्गां वित्तमयीमवाप्तो यस्यां मज्जन्ति बहवो मनुष्याः। ത്വം എന്ന് പറഞ്ഞാൽ നീ, സഹ എന്ന് പറഞ്ഞാൽ അവൻ, സത്വം എന്ന് പറഞ്ഞാൽ അതൊരു വിശേഷ പ്രയോഗ, അങ്ങനെയുള്ള നീ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ. ആ നീ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള നീ. എങ്ങനെയുള്ള നീ? പ്രിയാൻ പ്രിയരൂപാൻ കാമാൻ അഭിധ്യായൻ അത്യസ്രാക്ഷീഹി നചികേതഃ. അല്ലയോ നചികേതസേ, അല്ലയോ നചികേതസേ, പ്രിയങ്ങളും പ്രിയരൂപങ്ങളുമായ കാമങ്ങളെ നല്ലപോലെ വിചാരം ചെയ്തിട്ട് നീ അതിക്രമിച്ചല്ലോ. അഭിധ്യായൻ, നല്ലപോലെ ധ്യാനിച്ചിട്ട്, നല്ലപോലെ വിചാരം ചെയ്തിട്ട്. എന്തിനെ? പ്രിയങ്ങളും പ്രിയരൂപങ്ങളുമായ കാമങ്ങളെ. എന്തൊക്കെയാ പറഞ്ഞിരുന്നേ? അപ്സരസുകള്, സ്വർണം, ആന, കുതിര, മഹദായതനം, ദീർഘായുസ്, ആരോഗ്യം എല്ലാം ഓഫർ ചെയ്തതാ. അങ്ങനെയുള്ള എല്ലാ പ്രിയങ്ങളും പ്രിയരൂപങ്ങളുമായ കാമങ്ങളെ നല്ലതുപോലെ വിചാരം ചെയ്തിട്ട് നീ അതിനെയൊക്കെ അതിക്രമിച്ചല്ലോ, അതിലൊന്നും പെട്ടുപോയില്ലല്ലോ. ഇതെന്ത് കഥയാണ്? നീ ആരാ? നൈതാം ശൃംഗാം വിത്തമയീം അവാപ്തഃ. ശൃംഗാ ശബ്ദത്തിന് മാല എന്നും വഴി എന്നും അർത്ഥമുണ്ട്. അപ്പോ ഈ വിത്തമയ്യായ വഴിയെ നീ സ്വീകരിച്ചില്ലല്ലോ. ധനമയ്യായ, ധനപ്രധാനയായ, ഭൗതിക സമ്പത്തിൻ്റെതായ വഴിയെ നീ സ്വീകരിച്ചില്ലല്ലോ. നീ അതിക്രമിച്ചു. അവാപ്തഃ നൈതാം ശൃംഗാം ന അവാപ്തഃ. നീ അതിനെ സ്വീകരിച്ചില്ല. സമ്പദ് ഐശ്വര്യങ്ങളുടെ വഴിയെ നീ സ്വീകരിച്ചില്ല. യസ്യാം മജ്ജന്തി ബഹവോ മനുഷ്യാഹ. യാതൊന്നിലാണോ ബഹുഭൂരിപക്ഷം മനുഷ്യന്മാരും മജ്ജന്തി മുങ്ങിപ്പോകുന്നത്. ഭൂരിഭാഗം മനുഷ്യന്മാരും എന്തിലാണോ മുങ്ങിപ്പോകുന്നത്, മുങ്ങുക എന്ന് തന്നെയാ പറയണത്, മജ്ജന്തി. അങ്ങനെയുള്ള ധനപ്രധാനമായ വഴിയിൽ നീ പെട്ടുപോയില്ലല്ലോ. നീ ആരാ കേമൻ? അതെ, ഇത് പ്രശംസയാണ്. ഇതും ഒരു പരീക്ഷണമാണ്. ഇതാണ് സൂക്ഷ്മ പരീക്ഷണം. ആദ്യം പ്രതിസന്ധികളെ കാണിച്ചു, രണ്ടാമത് പ്രലോഭനങ്ങളെ ചൊരിഞ്ഞു, അതിൽ രണ്ടിലും നചികേതസ് ജയിച്ചു. സൂക്ഷ്മ പരീക്ഷണം ഇതാണ്, പ്രശംസ. കാരണം പൊതുവെ നമ്മൾ പ്രശംസിക്കപ്പെടുമ്പോൾ ഒരു ഗൂഢമായ സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ടാവും.
പുറത്ത് കാണിച്ചില്ലെങ്കിൽ പോലും ഗൂഢമായി ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവും. അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഗുരുനാഥനുണ്ട്. ശരിക്കുള്ള പരീക്ഷ ഇതാണ്. ഇതുവരെ കഴിഞ്ഞൊന്നുമല്ല. ഇത് ഈ പ്രശംസ ചെയ്യുമ്പോൾ എന്തെങ്കിലും മാറ്റം അവനുണ്ടാവുന്നുണ്ടോയെന്ന് ഗുരുനാഥൻ നോക്കും. അവൻ്റെ മുഖം അഭിമാന വിജൃംഭിതമാകുന്നുണ്ടെങ്കിൽ വണ്ടി വിട്ടോളൂ, നിനക്ക് ആത്മജ്ഞാനത്തിനുള്ള അർഹതയില്ല എന്ന് പറയാം. ഇതാണ്. കഴിഞ്ഞില്ല, പ്രശംസ കഴിഞ്ഞിട്ടില്ല, ഇനിയും തുടരുന്നുണ്ട്. അപ്പോൾ പ്രിയങ്ങളും പ്രിയരൂപങ്ങളുമായ കാമങ്ങളെ ഒക്കെ വിചാരം ചെയ്ത് മനസ്സിലാക്കാതെയൊന്നുമല്ല. അപ്പം മനസ്സിലാക്കാണ്ട് എന്താണെന്ന് അറിയാണ്ട് ഉപേക്ഷിക്കൽ അല്ല, എന്താണെന്ന് അറിഞ്ഞ് അത് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് നീ അതിനെയെല്ലാം അതിക്രമിച്ചു. അത്യസ്രാക്ഷി, അതിസർജനം ചെയ്തു. അത്യസ്രാക്ഷി എന്ന് പറഞ്ഞാൽ അതിസർജനം ചെയ്തു, അതിനതിക്രമിച്ചു. അതിലൊന്നും കുടുങ്ങിപ്പോയില്ല. നൈതാം ശൃംഗാം വിത്തമയീം അവാപ്ത, ധനമയ്യായ ഈ വഴിയെ നീ സ്വീകരിച്ചില്ല. യസ്യാം മജ്ജന്തി ബഹവോ മനുഷ്യാഹ, എന്തിലാണ് ഭൂരിപക്ഷം മനുഷ്യന്മാരും മുങ്ങിപ്പോകുന്നത്, അതിൽ നീ മുങ്ങിയില്ല. സത്വം പ്രിയ പുനഃ മയാ പ്രലോഭ്യമാനഃ അപി പ്രിയാൻ പുത്രാദീൻ പ്രിയരൂപാംശ്ച അപ്സരപ്രഭൃതി ലക്ഷണാൻ കാമാൻ അഭിധ്യായൻ ചിന്തയൻ തേഷാം അനിത്യത്വ അസാരത്വാദി ദോഷാൻ ഹേ നചികേത അത്യസ്രാക്ഷീ അതിസൃഷ്ടവാൻ പരിത്യക്തവാൻ അസി അഹോ ബുദ്ധിമത്താ തവ നൈതാവതാ ന ഏതാം ആപ്തവാൻ അസി ശൃംഗാം ശ്രുതിം കുത്സിതാം മൂഢജന പ്രവൃത്താം വിത്തമയീം ധനപ്രായാം യസ്യാം ശ്രുതൗ മജ്ജന്തി സീദന്തി ബഹവഃ അനേകേ മനുഷ്യാഃ മൂഢഃ. സത്വം പുനഃ മയാ പ്രലോഭ്യമാനഃ അപി പ്രിയാൻ പുത്രാദീൻ പ്രിയരൂപാംശ്ച അപ്സരപ്രഭൃതി ലക്ഷണാൻ കാമാൻ അഭിധ്യായൻ ചിന്തയൻ തേഷാം അനിത്യത്വ അസാരത്വാദി ദോഷാൻ ഹേ നചികേതഃ അത്യസ്രാക്ഷീ അതിസൃഷ്ടവാൻ പരിത്യക്തവാൻ അസി അഹോ ബുദ്ധിമത്താ തവ ന ഏതാം ആപ്തവാൻ അസി ശൃംഗാം ശ്രുതിം കുത്സിതാം മൂഢജന പ്രവൃത്താം വിത്തമയീം ധനപ്രായാം യസ്യാം ശ്രുതൗ മജ്ജന്തി സീദന്തി ബഹവഃ അനേകേ മൂഢാഃ മനുഷ്യാഃ. അങ്ങനെയുള്ള നീ വീണ്ടും വീണ്ടും എന്നാൽ പ്രലോഭിക്കപ്പെട്ടിട്ടും വീണ്ടും പുനഃ മയാ പ്രലോഭ്യമാനഹാപി എന്നാൽ പ്രലോഭിപ്പിക്കപ്പെട്ടിട്ടും എന്തൊക്കെ രീതിയിൽ ഞാൻ നിന്നെ പ്രലോഭിപ്പിച്ചു. പ്രിയാൻ പുത്രാദീൻ പ്രിയപ്പെട്ടതിനെ, മക്കള് തുടങ്ങിയവയെ, മക്കളെയാണ് പ്രിയം. പിന്നെ പ്രിയരൂപങ്ങളെ അപ്സരപ്രഭൃതീൻ, അപ്സരസ് തുടങ്ങി പ്രിയരൂപങ്ങളെയും മക്കള് തുടങ്ങി പ്രിയപ്പെട്ടതിനെയും ഒക്കെ ഞാൻ പറഞ്ഞു തരാം. അത്തരം കാമങ്ങളെയൊക്കെ അഭിധ്യായൻ ചിന്തയൻ നല്ലപോലെ ചിന്തിച്ചിട്ട് ഗുണദോഷ വിചാരം ചെയ്തിട്ട് അവയുടെ അനിത്യത്വം അസാരത്വം തുടങ്ങിയവയെ പരിഗണിച്ചിട്ട് ആ പറഞ്ഞതൊക്കെ അനിത്യങ്ങളാണ്, അസാരങ്ങളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒന്നിലും സാരമില്ല, കാമ്പില്ല ഒന്നിലും എന്ന് മനസ്സിലാക്കിയിട്ട് ഹേ നചികേത അത്യസ്രാക്ഷി അതിസൃഷ്ടവാൻ, നീ അതിനെയൊക്കെ അതിക്രമിച്ചുവല്ലോ, ഉപേക്ഷിച്ചുവല്ലോ,
പരിത്യക്തവാനസി, എല്ലാത്തിനെയും ഉപേക്ഷിച്ചു. അഹോ ബുദ്ധിമത്താത, നീ എന്തൊരു ബുദ്ധിമാനാ. ഏയ് അഹോ ബുദ്ധിമത്താത്തവ, വല്ലാത്ത ബുദ്ധിയാ നിന്റെ. ഏതാം ആപ്തവാനസി ശൃംഗാം, ഈ വഴിയെ നീ സ്വീകരിച്ചില്ല. ശ്രുതി എന്ന് പറഞ്ഞ വഴി, ഈ വഴിയെ നീ സ്വീകരിച്ചില്ല. കുത്സിതാം, വളഞ്ഞു പൊളഞ്ഞ വഴിയാണത്, പോയി കഴിഞ്ഞ അപകട. മൂഢജനപ്രവൃത്താം, മൂഢജനങ്ങൾ പ്രായേണ പ്രവർത്തിക്കുന്ന വഴിയാണത്, അതിൽ നീ പെട്ടുപോയില്ല. പലതരത്തിൽ ഞാൻ പ്രലോഭിപ്പിച്ചു. വിത്തമയും ധനപ്രായയായ സമ്പത്തിനെ സംബന്ധിക്കുന്ന വഴിയാണ്, അതിൽ നീ പെട്ടുപോയില്ല. യസ്യാം ശ്രുതവും മജ്ജന്തി ബഹവോ മനുഷ്യാഹ, ഭൂരിഭാഗം മനുഷ്യരും ആ വഴിയിലാണ് ശ്രുതൗ മജ്ജന്തി സീതന്തി, കുടുങ്ങി തളർന്നു പോകുന്നത്. ചിന്തിക്കുക. വലിച്ചിട്ട് വയ്യാന്നും പറഞ്ഞിട്ട് തളരുകയാണ് അല്ലേ? വണ്ടി വലിച്ച് തളരുകയാണ്, എനിക്ക് വയ്യ, നീ വലിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട്. സീതന്തി. തയോഹോ ശ്രേയ ആദദാനസ്യ സാധു ഭവതി ഹീയതേ അർത്ഥാദ്യൗ പ്രയോവൃണീതേ ഇത്യുക്തം തത് കസ്മാത് യതഃ തയോഹോ ശ്രേയഃ ആദദാനസ്യ സാധു ഭവതി ഹീയതേ അർത്ഥാദ് യ ഉ പ്രയോവൃണീതേ ഇത്യുക്തം തത് കസ്മാത് യതഃ. അവ രണ്ടിലും വെച്ച് ശ്രേയസ്സിനെ സ്വീകരിക്കുന്നവൻ ശ്രേഷ്ഠനാകുന്നു, അല്ലാത്തവൻ മറ്റവൻ പുരുഷാർത്ഥത്തിൽ നിന്ന് നിപതിച്ചു പോകുന്നു എന്ന് പറഞ്ഞുവല്ലോ. എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞു, അതെന്തുകൊണ്ട് ചോദിക്കുകയാണ്. ദൂരമേതേ വിപരീതേ വിഷൂചി അവിദ്യായാച വിദ്യേതി ജ്ഞാതാ വിദ്യാഭീപ്സിനം നചികേതസം മന്യേ നത്വാ കാമാ ബഹവോ ലോലുപന്തഃ. ദൂരമേതേ വിപരീതേ വിഷൂചി അവിദ്യായാച വിദ്യേതി ജ്ഞാതാ വിദ്യാഭീപ്സിനം നചികേതസം മന്യേ നത്വാ കാമാ ബഹവോ ലോലുപന്ത. ഏതേ ദൂരം വിപരീതേ, ഇവ രണ്ടും വളരെ ദൂര വിപരീതങ്ങളാണ്. വെറും വിപരീതങ്ങളല്ല, ദൂര വിപരീതങ്ങളാണെന്ന് പറഞ്ഞാൽ അത്രയും വിപരീതങ്ങളാണെന്ന് അർത്ഥം. രണ്ടും രണ്ടാണ്. ഒരു തരത്തിൽ ഒന്നിപ്പിക്കാൻ പറ്റാത്ത അത്ര വിപരീത സ്വഭാവങ്ങളാണ് ഈ രണ്ടും. വിഷൂചി, ഭിന്നങ്ങളായ ഫലങ്ങളെ തരുന്നവയാണ്. ഒന്നിൻ്റെ ഫലം എന്ന് പറ, മറ്റേതിൻ്റെ ഫലം പറ. ഈ പ്രേയസ്സും ശ്രേയസ്സും തീർത്തും ഭിന്നങ്ങളാണ്. അവിദ്യ യാച്ച വിദ്യ ഇതി ജ്ഞാത. ഒന്ന് അവിദ്യ, മറ്റൊന്ന് വിദ്യ. വിദ്യ എന്നും അവിദ്യ എന്നും അറിയുന്ന ഇവ രണ്ടും അത്യന്തം വിഭിന്നങ്ങളാണ്. നേരത്തെ ഭാഷ്യകാരൻ ശ്രേയ പ്രേയ പദാർത്ഥങ്ങൾക്ക് വിദ്യ അവിദ്യ എന്ന് അർത്ഥം പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഭാഷ്യത്തിൽ. പക്ഷെ ഇപ്പോൾ ശ്രുതി തന്നെ പറയുകയാണ്. ശ്രുതി പറഞ്ഞിരുന്നില്ല നേരത്തെ, ഭാഷ്യത്തിലാ പറഞ്ഞേ. ഇപ്പൊ ശ്രുതി തന്നെ പറയുകയാണ്, വിദ്യ എന്നും അവിദ്യ എന്നുള്ള ഇവ രണ്ടുണ്ടല്ലോ,
ഇവ അത്യന്ത ഭിന്നങ്ങളാണ്, ഭിന്ന ഫലങ്ങളെ തരുന്നവയാണ്. രണ്ടും ഫലം തരും. അപ്പൊ ആ നിലയ്ക്ക് നചികേതസം വിദ്യാഭീപ്സിരം മന്യേ, നചികേതസിനെ വിദ്യാർത്ഥിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിദ്യാഭീപ്സി എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി, അഭീപ്സി ആഗ്രഹിക്കുന്ന ആള്, അർത്ഥിക്കുന്ന ആള്. എന്തിനെ? വിദ്യയെ. അത് വിദ്യാർത്ഥി. വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ വിദ്യയെ അർത്ഥിക്കുന്ന ആളാണ്. അപ്പൊ നചികേതസിനെ വിദ്യാർത്ഥി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്താ കാരണം? ത്വാ നിന്നെ ബഹവഹ കാമാഹ ബഹുവായിട്ടുള്ള കാമങ്ങള് ന അലോലുപന്ത ലോലുപനാക്കിയില്ല. പലതരത്തിൽപ്പെട്ട കാമങ്ങളെ നിന്റെ മുമ്പിൽ വെച്ചപ്പോഴും നീ അതിനാലൊന്നും ലോലുപനായില്ല. അതുകൊണ്ട് നീ വിദ്യാർത്ഥിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സുഖാർത്ഥിയാണെങ്കിൽ വിദ്യാർത്ഥിയല്ല, വിദ്യാർത്ഥിയാണെങ്കിൽ സുഖാർത്ഥിയല്ല എന്ന് പറയാറുണ്ട്. സുഖാണോ ആഗ്രഹിക്കുന്നത് എങ്കിൽ വിദ്യാർത്ഥിയല്ല, വിദ്യയാണോ ആഗ്രഹിക്കുന്നത് എങ്കിൽ സുഖാർത്ഥിയല്ല. രണ്ടും കൂടെ ഒന്നിച്ച് നടക്കൂല. ഇത് പക്ഷെ ഇന്നത്തെ കാലത്ത് ഇപ്പം ഇത് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, അല്ലേ? ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പറഞ്ഞാൽ തന്നെ മഹാബദ്ധം എന്നാ പറയാ. കാരണം വിദ്യാർത്ഥികളൊക്കെ സുഖത്തിന്റെ പിന്നാലെയാണ്. അതെ, അത് നേടണമെങ്കിൽ അത് എക്കാലവും അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പൊ വിദ്യ എന്ന് പറയണ ഇപ്പൊ വിദ്യയാണോ? അപ്പൊ ഇന്നിപ്പോ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയണവര് കുറെ വിവരങ്ങൾ സ്വരൂപിച്ചു എന്നല്ലാതെ വിവേകപ്രജ്ഞ എത്ര കാണുന്നുണ്ട്? ചോദ്യം അതവിടെ നിൽക്കട്ടെ. കുറെ ഇൻഫർമേഷൻ തലയിലിട്ടാല് വിവരാകുമോ? ചിന്തിക്കുക. അതുകൊണ്ട് പൂർവികന്മാർ പറയാറുണ്ട്, വിദ്യാർത്ഥി ചേത് ത്യജേത് വിദ്യ ത്യജേത് സുഖം, സുഖാർത്ഥി ചേത് ത്യജേത് വിദ്യ. സുഖാർത്ഥിയാണെങ്കിൽ വിദ്യയെ ഉപേക്ഷിച്ചോളൂ, വിദ്യാർത്ഥിയാണെങ്കിൽ സുഖത്തെ ഉപേക്ഷിച്ചോളൂ. കുറെ ത്യാഗം സഹിച്ച് കഷ്ടപ്പെടാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ പഠിക്കാൻ പറ്റൂ. ഏത് മേഖലയിലും അങ്ങനെയുള്ളവരെ ഉയർന്നിട്ടുള്ളൂ, അല്ലാത്തവർ ഉയർന്നിട്ടില്ല. ഏത് മേഖലയും. നമ്മൾ നല്ല ഗായകരുടെ പാട്ട് കേൾക്കുമ്പോൾ നല്ല സുഖം നമുക്ക്. പക്ഷെ അവരെ അഭ്യസിച്ച കഷ്ടപ്പാടുള്ള കാലം നമ്മൾ ഓർമ്മിക്കാറുണ്ടോ? കഴുത്ത് വരെ വെള്ളത്തിൽ നിന്ന് സാധന ചെയ്ത് ദിവസം 5-6 മണിക്കൂർ സാധന ചെയ്യുക. അതുപോലെ തന്നെ നൃത്തം. നല്ലൊരു ഡാൻസർ നൃത്തം ചെയ്യുന്ന കാണാൻ നല്ല സുഖ. പക്ഷെ അവർ പഠിച്ചതിൻ്റെ ത്യാഗം, തപസ്, കഷ്ടപ്പാട് അത് നമ്മൾ അറിയുന്നുണ്ടോ? എല്ലാ മേഖലയും അങ്ങനെ തന്നെയാണ്. വലിയൊരു മനോഹരമായ ഭാവത്തിൽ പറക്കുന്ന ചിത്രശലഭങ്ങളെ നമ്മൾ നോക്കിക്കണ്ട് ആസ്വദിക്കാറുണ്ട്. പക്ഷെ ആ ചിത്രശലഭത്തിന്റെ ജീവിതത്തിൽ ഒരു പ്യൂപ്പാദശ കടന്നു വന്നിട്ടുണ്ടെന്ന് നമ്മൾ ഓർമ്മിക്കാറുണ്ടോ? തപസ്സിന്റെ ഒരു പ്യൂപ്പാദശ. അത് കടന്നിട്ടാണ് അത് പൊട്ടിയിട്ട് ചിത്രശലഭമായി പുറത്തേക്ക് വന്നത്. അത് പലപ്പോഴും നമ്മൾ ഓർമ്മിക്കാറില്ല. നമ്മൾ ചിത്രശലഭത്തെ കണ്ട് അതിനനുകരിക്കാൻ ശ്രമിക്കും. പ്യൂപ്പാദശ നമ്മൾ ഓർമ്മിക്കാറില്ല. ഇത് ഓർമ്മിച്ചാൽ നല്ലതാ. അതുകൊണ്ട് യമൻ പറയുകയാണ്, ഈ പറഞ്ഞ സുഖഭോഗങ്ങൾ ഒന്നും നിന്നെ പ്രലോഭിപ്പിക്കാത്തത് കൊണ്ട് നീ വിദ്യാർത്ഥിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വ്യക്തമാണല്ലോ. നോക്കൂ. ദൂരം ദൂരേണ മഹത അന്തരേണ ഏതേ വിപരീതേ അന്യോന്യ വ്യാവൃത്തരൂപേ
വിവേക അവിവേകാത്മകൗ വിവേക അവിവേകാത്മകത്വാത് തമപ്രകാശൗ ഇവ വിഷൂജി വിഷൂച്യൗ നാനാഗതി ഭിന്നഫലേ സംസാരമോക്ഷഹേതുത്വേന ഇത്യേതത് കേ തേ ഇത്യുച്യതേ യാ ച അവിദ്യ പ്രയോവിഷയ വിദ്യാ ച ഇതി ശ്രേയോവിഷയ ജ്ഞാത നിർജ്ഞാത അവഗത പണ്ഡിതൈഃ തത്ര വിദ്യാഭീപ്സിനം വിദ്യാർത്ഥിനം നചികേതസം ത്വാമഹം മന്യേ കസ്മാത് യസ്മാത് അവിദ്വദ്ബുദ്ധിപ്രലോഭിനഃ കാമാഃ അപ്സരപ്രഭൃതയഃ ബഹവഃ അപി ത്വാം ന അലോലുപന്ത ന വിച്ഛേദം കൃതവന്തഃ ശ്രേയോ മാർഗാത് ആത്മോപഭോഗ അഭിവാഞ്ചാ സമ്പാദനേന അതഃ വിദ്യാർത്ഥിനം ശ്രേയോഭാജനം മന്യേ ഇത്യഭിപ്രായഃ. ദൂരം ദൂരേണ മഹതാ അന്തരേണ ഏതേ വിപരീതേ അന്യോന്യവ്യാവൃത്തരൂപേ വിവേക അവിവേകാത്മകത്വാത് തമപ്രകാശൗ ഇവ വിഷൂചി വിഷൂച്യൗ നാനാഗതീ ഭിന്നഫലേ സംസാരമോക്ഷഹേതുത്വേന ഇത്യേതത് കേ തേ ഇത്യുച്യതേ യാ ച അവിദ്യ പ്രയോവിഷയ വിദ്യ ഇതി ച ശ്രേയോവിഷയ ജ്ഞാത നിർജ്ഞാത അവഗത പണ്ഡിതൈഃ തത്ര വിദ്യാഭീപ്സിനം വിദ്യാർത്ഥിനം നചികേതസം ത്വാം അഹം മന്യേ കസ്മാത് യസ്മാത് അവിദ്വദ്ബുദ്ധിപ്രലോഭിനഃ കാമാഃ അപ്സരപ്രഭൃതയഃ ബഹവഃ അപി ത്വാം ന അലോലുപന്ത ന വിച്ഛേദം കൃതവന്തഃ ശ്രേയോ മാർഗാത് ആത്മോപഭോഗാഭിവാഞ്ചാ സമ്പാദനേന അതഃ വിദ്യാർത്ഥിനം ശ്രേയോഭാജനം മന്യേ ഇത്യഭിപ്രായഃ. ഇപ്പൊ ദൂരം മഹതാന്തരേണ വളരെ 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 ദൂരെ വിപരീതങ്ങളാണ് അന്യോന്യ വ്യാവൃത്ത രൂപേ രണ്ട് ദിശകളിലുള്ളവയാണ്. രണ്ട് ദിശകളിലുള്ളവരാണ്. അപ്പൊ ഒരിക്കലും ഒന്നിച്ച് സാധിക്കില്ല. ഇവിടുന്നിപ്പോ ഒരാൾക്ക് ഇവിടുന്ന് അമേരിക്കയിലേക്ക് പോകണം. കിഴക്കോട്ട് പോയിട്ടും അമേരിക്കയിലെത്താം, പടിഞ്ഞാറോട്ട് പോയിട്ടും എത്താം, രണ്ട് വഴിക്കും എത്താം. പക്ഷെ രണ്ട് വഴിക്കും ഒരുമിച്ച് പോകാൻ പറ്റുമോ? അതില്ല. ഏതെങ്കിലും ഒന്നേ പറ്റൂ. അത് തീരുമാനിക്കണം. അതുപോലെ അന്യോന്യ വ്യാവൃത്തങ്ങളാണ് ഇവ രണ്ടും. രണ്ടും നല്ലതാ, ദോഷമൊന്നുമില്ല. വിപരീതം വ്യാവൃത്തം എന്ന് പറഞ്ഞാൽ വേർതിരിക്കപ്പെട്ട, അന്യോന്യം വേർതിരിക്കപ്പെട്ട. വിവേക അവിവേകാത്മകത്വം, അതൊന്ന് വിവേക സ്വരൂപമാണ്, മറ്റൊന്ന് അവിവേക സ്വരൂപമാണ്. ഒന്നിൽ പ്രത്യേകിച്ച് വേർതിരിവൊന്നും വേണ്ട, മറ്റൊന്ന് ശരിക്ക് വേർതിരിക്കാനുള്ള കഴിവുണ്ടാവണം. അപ്പോൾ ഒന്ന് വിവേകാത്മകമാണ്, ഒന്ന് അവിവേകാത്മകമാണ്. തമപ്രകാശവും ഇവ, ഇരുട്ടും വെളിച്ചവും പോലെ. ഇരുട്ടും വെളിച്ചവും പോലെ ഭിന്നങ്ങളാണ്. വിഷൂജി വിഷൂച്യ നാനാഗതി, ഭിന്നഗതിയോടൊത്തവയാണ്, ഭിന്ന ഫലങ്ങളാണ്. ഒന്ന് സംസാരത്തെ തരുന്നു, മറ്റൊന്ന് മോക്ഷത്തെ തരുന്നു. ഒന്ന് വീണ്ടും വീണ്ടും സംസാരത്തിലേക്ക് എത്തിക്കുന്നു, മറ്റൊന്ന് മോക്ഷത്തിലേക്ക് നയിക്കുന്നു. ഭിന്ന ഫലങ്ങളാണ്. ഇത് രണ്ടും നമുക്ക് സ്വായത്തവുമാണ്. കേതേ ഏതാവാ? യാ വിദ്യ പ്രയോ വിഷയ, ഒന്ന് പ്രയസ്, രണ്ട് വിദ്യ ശ്രേയോ വിഷയ ശ്രേയസ് എന്ന് പണ്ഡിതന്മാരാൽ മനസ്സിലാക്കപ്പെട്ടിരിക്കുന്നു. പണ്ഡിതൈഹി അവഗത, പണ്ഡിതന്മാരാൽ മനസ്സിലാക്കപ്പെട്ടിരിക്കുന്നു.
അല്ലാത്തവർക്കൊന്നും ഇത് അറിയില്ല. കാരണം കലർന്നിട്ടുള്ളത് പോലെയാണ് വരുന്നത് ജീവിതത്തിൽ. ശ്രേയസ് എന്ന് തോന്നിപ്പിക്കുന്നതാണ് പ്രേയസായിട്ട് വരുന്നത്, പ്രേയസ് എന്ന് തോന്നിപ്പിക്കുന്നത് ശ്രേയസായിട്ടും വരും. ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ചിന്തിക്കുക. തത്ര വിദ്യാഭീപ്സിനം വിദ്യാർത്ഥിനം നചികേതസം ത്വാമഹം മന്യേ. നിന്നെ ഞാൻ വിദ്യാർത്ഥിയായിട്ടാണ് മനസ്സിലാക്കുന്നത്, നിന്നെ ഞാൻ വിദ്യാർത്ഥി എന്ന് മനസ്സിലാക്കുന്നു. ഇതിലും ചെറിയൊരു പ്രലോഭനം ഉണ്ട് കേട്ടോ, ചെറിയൊരു ഒരു പ്രശംസ ഉണ്ട് ഇവിടെ. നിന്നെ ഞാൻ വിദ്യാർത്ഥിയായിട്ട് മനസ്സിലാക്കുന്നു. നീ മിടുക്കനാണ്ടോ, നീ നല്ല ഒന്നാം തരം വിദ്യാർത്ഥിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്താ കാരണം? കസ്മാത് യസ്മാത് അവിദ്വത് ബുദ്ധി പ്രലോഭിനഃ കാമാഹ അപ്സരപ്രഭൃതയഃ ബഹവഃ പീത്വാം ന ലോലുപന്ത. അവിവേകികളുടെ ബുദ്ധിയെ ഇളക്കുന്ന അപ്സരസുകൾ തുടങ്ങിയവ അനേകം പോലും നിന്റെ മനസ്സിനെ ഇളക്കിയില്ലല്ലോ, ലോലുപനാക്കിയില്ലല്ലോ. വിച്ഛേദം കൃതവന്തഃ, നിന്റെ മനസ്സിനെ മുറിച്ചില്ലല്ലോ. എങ്ങനെ? ശ്രേയോ മാർഗത്തിൽ നിന്ന്. അതൊന്നും വേണ്ട എന്ന് തോന്നിയില്ലല്ലോ നിനക്ക്. ചോദിക്കലൊക്കെ ചോദിച്ചു, തൽക്കാലം വേണ്ട, അത് മതി. ഏത് ഏയം പ്രേതേ വിചികിത്സ മനുഷ്യനൊക്കെ ചോദിച്ചു. പക്ഷെ ഇതൊക്കെ തരാന്ന് പറഞ്ഞ സ്ഥിതിക്ക് തൽക്കാലം ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇപ്പം ഇതാക്കാം, ബാക്കി പിന്നെ പറഞ്ഞു തന്നാൽ മതി എന്നൊന്നും വിച്ഛേദം ന കൃതവന്തഃ. ആത്മോപഭോഗാഭിവാഞ്ചാ സമ്പാദനേന, എനിക്ക് അവയെ ഉപഭോഗിക്കണം എന്ന ആഗ്രഹത്തെ ജനിപ്പിക്കുന്നതിലൂടെ, എനിക്ക് അവയെ ഉപഭോഗിക്കണം എന്ന ആഗ്രഹത്തെ ജനിപ്പിക്കുന്നതിലൂടെ നിന്നെ ശ്രേയോമാർഗത്തിൽ നിന്ന് അവ വ്യതിചലിപ്പിച്ചില്ലല്ലോ. നീ ആള് കേമനാട്ടോ. അതഹ വിദ്യാർത്ഥിനം ശ്രേയോഭാജനം മന്യേ. അതുകൊണ്ട് നീ വിദ്യാർത്ഥിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നീ ശ്രേയോഭാജനമാണ്, ശ്രേയസ്സിന് ഭാജനമാണ്. നീ മിടുക്കനാണ്, നിനക്ക് പരമമായ മുക്തിയിലേക്ക് ഉയരാൻ പറ്റും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതൊക്കെ പറയുമ്പോഴും ഇടം കണ്ടിട്ട് നോക്കണുണ്ടാവും ഗുരു, ഇല്ലേ? ഇവരെ മുഖത്ത് വല്ല പ്രശംസിക്കപ്പെടുമ്പോൾ ഒരു സന്തോഷം വരുന്നുണ്ടോ മുഖത്ത്? അതെ എന്ന് നോക്കണുണ്ടാവും. ഉണ്ടെങ്കിൽ ഉപദേശിക്കാണ്ട് ഉപേക്ഷിക്കാം. ഇത് മെയിൻ ഇതാണ്. ആയിക്കോട്ടെ.